എല്ലാവർക്കും ടോസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ. ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ ഫിസിക്സ് സിലബസ് അനാലിസിസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ ക്വാളിഫിക്കേഷൻ എക്സാമിന് അപേക്ഷിക്കുന്നതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കറിയാം. +1 +2ൽ നിങ്ങൾ സയൻസ് അതായത് മാത്സ് അല്ലെങ്കിൽ ബയോളജി ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതേപോലെ നിലവിൽ നിങ്ങൾക്കൊരു ഡിഗ്രിയും ഉണ്ടായിരിക്കണം. ഇത്രയും എലിജിബിലിറ്റി ഉള്ളവർക്കാണ് ഈ ഒരു എക്സാം എഴുതാൻ പറ്റുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലേ. അതുകൊണ്ട് തന്നെ സിലബസ് കൂടുതലും +1 +2ലെ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഫിസിക്സിന്റെയും സിലബസിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ +1 +2ലെ എല്ലാ ടോപ്പിക്കുകളുടെയും അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിന്റെ ഹെഡിങ് ആണ് അവർ ഓരോ സിലബസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കുക, ഇവർ യൂണിറ്റ് വൈസ് ഇതിനകത്തൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി എല്ലാ എക്സാമുകൾക്കും ഇപ്പം ഫിസിക്സിൽ നിന്ന് 20 മാർക്ക് അല്ലെങ്കിൽ 30 മാർക്ക് എന്നൊരു ടോട്ടൽ ഡിസ്ട്രിബ്യൂഷനാണ് പറയാറ്. പക്ഷെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓരോ ടോപ്പിക്കിന്റെയും ഡിസ്ട്രിബ്യൂഷൻ പറയുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഫിസിക്സിലെ എല്ലാ ടോപ്പിക്കിൽ നിന്നും 1 മാർക്ക്, അതായത് എല്ലാ ചാപ്റ്ററിൽ നിന്നും 1 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പഠിക്കുമ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണെങ്കിലും നിങ്ങൾക്ക് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, തീരെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത ഏരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ഒഴിവാക്കി പഠിക്കാം അല്ലേ. അതേപോലെ തന്നെ ഇപ്പം ഏതെങ്കിലും ചില സമയത്ത് നമുക്ക് എന്ത് പറ്റും, നമ്മളൊരു ടോപ്പിക് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സാമിന് അതിൽ നിന്ന് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചിട്ടും ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ പറയുന്നുണ്ട്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി നമ്മുടെ എക്സാമിന് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ കീപ്പ് ചെയ്ത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അതായത് ഇപ്പോൾ വന്ന സിലബസ് കഴിഞ്ഞ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന് അപ്ഡേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ചേഞ്ച് സിലബസിൽ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം ഇതേ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്താണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അത് തന്നെ നമുക്ക് ഇനിയും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കുക, ആദ്യം ഫണ്ടമെന്റൽ ഫോഴ്സസ് ഓഫ് നേച്ചർ, ഇതിൽ നിന്നാണ് മാർക്ക് 1 അല്ലെ, 1 മാർക്ക് അതിൽ നിന്ന് വരുന്നു. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, പിന്നെ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. +1 +2ലെ നമ്മുടെ ഇതൊക്കെ +1ലെ ഓരോ ചാപ്റ്ററിനെയും പേരുകളാണ്. അപ്പം ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അല്ലേ. ഫണ്ടമെന്റൽ ഫോഴ്സ് ഓഫ് നേച്ചർ, പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, അതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്, SI സിസ്റ്റത്തെ കുറിച്ച്, കൺവേർഷനെ കുറിച്ച്, ഡയമെൻഷൻ അനാലിസിസ്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് ആൻഡ് മെഷർമെന്റിൽ പഠിക്കുന്നത്. മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈനിൽ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഇവയുടെയൊക്കെ ഗ്രാഫുകളൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. മോഷൻ എ പ്ലെയിനിൽ സ്കേലാർ ആൻഡ് വെക്ടർ, അവരുടെ വെക്ടർ അഡീഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. പ്രൊജക്ടൈൽ മോഷൻ, സെൻട്രിപിറ്റൽ ഫോഴ്സ്, ഇതൊക്കെയാണ് മോഷൻ ഇൻ എ പ്ലെയിൻ. ലോസ് ഓഫ് മോഷനിൽ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആൻഡ് ഇനേർഷ്യ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആൻഡ് ഫോഴ്സ്, റീകോയിൽ വെലോസിറ്റി ആൻഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ, ഫ്രിക്ഷൻ, ബാങ്കിങ് ഓഫ് കർവ്സ്, ഇതൊക്കെയാണ് അവിടെ വരുന്നത്. അടുത്ത വർക്ക് എനർജി ആൻഡ് പവർ അല്ലെ. വർക്ക് എനർജി തിയറം, എനർജി കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, പവർ, മെക്കാനിക്സ് ഓഫ് സോളിഡ്, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്, പാസ്കൽസ് ലോ, ബെർണോളിസ് തിയറം, സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, കാപ്പിലാരിറ്റി ഒക്കെയാണ് അവിടെ വരുന്നത്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, ടെമ്പറേച്ചർ, മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, ഹീറ്റ് എഞ്ചിൻ ആൻഡ് റെഫ്രിജറേറ്റർ, ഇതൊക്കെയാണ് അടുത്തൊരു മാർക്ക്. അപ്പോൾ ഇവിടെ എല്ലാ ചാപ്റ്ററിനും ഈസി ഒരേപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അടുത്ത ഓസിലേഷൻസ്, അത് നമ്മുടെ ഏകദേശം 14ാമത്തെ ചാപ്റ്റർ ആണ് ഓസിലേഷൻ വരിക അല്ലെ. പീരിയോഡിക് ആൻഡ് നോൺ പീരിയോഡിക് മോഷൻ, ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, സിമ്പിൾ പെൻഡുലം. അടുത്തത് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്, അതാണ് അടുത്തൊരു ടോപ്പിക്ക്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, പിന്നെ ഇതിനകത്ത് ഇലക്ട്രിക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി പഠിക്കാനുണ്ട്, മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് മാഗ്നറ്റിസം, അതിനകത്ത് മോഷൻ. അപ്പം നിങ്ങൾക്കറിയാം ഇതൊക്കെ വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലേ. അപ്പം അതിൽ നിന്നും 1 മാർക്ക് തന്നെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ട് പഠിക്കണം എന്നുള്ളവർക്ക്, അതായത് ഇപ്പോൾ ഫിസിക്സ് സബ്ജക്റ്റ് അല്ലാതെ പഠിക്കുന്നവരെ സംബന്ധിച്ച് ചില ഭാഗങ്ങൾ വളരെ ടഫ് ആയിരിക്കും. അപ്പം അങ്ങനെ സെലക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം
പഠിക്കാനും ഈ ഒരു ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത്. ഓക്കെ, ഇപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സിലബസ് മൊത്തം കവർ ചെയ്യണം. കവർ ചെയ്യാതിരിക്കാനുള്ള ഒരു ഇതല്ല ഞാൻ പറയുന്നത്, റീസൺ അല്ല പറയുന്നത്. നിങ്ങൾ നേരത്തെ തന്നെ പ്രിപ്പറേഷൻസ് തുടങ്ങി നന്നായിട്ട് തന്നെ പഠിച്ച് എല്ലാം കവർ ചെയ്ത് തന്നെ പോകണം. എങ്കിലും എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് പഠനമധ്യേ വരുമ്പം നിങ്ങൾക്ക് ഈ ഒരു ഐഡിയയും യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത നോക്കുക, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേസ് ലോ, സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ ട്രാൻസ്ഫോമർ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് എ സി ജനറേറ്റർ, റേ ഒപ്റ്റിക്സ് ആൻഡ് വേവ് ഒപ്റ്റിക്സ്, ഡ്യുവൽ നേച്ചർ ഓഫ് മേറ്റർ, ആറ്റോമിക് ന്യൂക്ലിയർ ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ +1 +2 അതേ ടോപ്പിക്കുകളുടെ പേരുകൾ വരെ കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു സിലബസ് മൊത്തം കവർ ചെയ്ത് പഠിക്കാൻ തന്നെ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഡയറി ഫാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം നോക്കിയേ, ഇപ്പം നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ള രീതിയിലല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ തരാനാണ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. നോക്കി, ആദ്യത്തത് ഫണ്ടമെന്റൽ ഫോഴ്സ് ഓഫ് നേച്ചർ ആണ് അല്ലെ, ആദ്യത്തെ ചാപ്റ്റർ. അതിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വിച്ച് ആർ ദ ഫോർ ഫണ്ടമെന്റലിൽ വാട്ട് ആർ ദ ഫോർ ഫണ്ടമെന്റൽ ഫോഴ്സ് ഫ്രം സ്ട്രോങ്ങസ്റ്റ് ടു വീക്കസ്റ്റ്. അപ്പം ഏറ്റവും സ്ട്രോങ് ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് അല്ലെ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. ഐഡന്റിഫൈ ദ ഡയമെൻഷൻ, നെക്സ്റ്റ് യൂണിറ്റ് ആണ് ഡയമെൻഷൻ അനാലിസിസ്. ഏതാ വരിക? ഫോഴ്സിന് യൂണിറ്റ് ഉണ്ട്, സ്ട്രെസ് വർക്കിന് യൂണിറ്റ് ഉണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെ, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് യൂണിറ്റ് ഇല്ല. കാരണം എന്താണ്? രണ്ടും ഡെൻസിറ്റി ആണ്, അതിൻ്റെ റേഷ്യോ ആകുമ്പോൾ അത് ക്യാൻസൽ ഔട്ട് ചെയ്യും അല്ലേ. അടുത്തത് നോക്കുക, എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് ആർ, വാട്ട് ഇസ് എ ഡിസ്റ്റൻസ്? കണ്ടോ, തേർഡ് ചാപ്റ്ററിൽ നിന്ന് തേർഡ് ക്വസ്റ്റ്യൻ. അടുത്തത് വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്കെയിലാർ ക്വാണ്ടിറ്റി. കണ്ടോ, നാലാമത്തെ ചാപ്റ്റർ വെക്ടേഴ്സ് ആൻഡ് സ്കെയിലാർസ്, മോഷനെ പ്ലെയിൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. അടുത്ത ചാപ്റ്റർ നോക്കുക, വിച്ച് ലോ ഇസ് ഓൾസോ നോൺ ആസ് എ ലോ ഓഫ് ഇനേർഷ്യ. കണ്ടോ, ഇങ്ങനെ ഈവൻ ചാപ്റ്റർ വൈസ് തന്നെയാണ് ക്വസ്റ്റ്യൻസും നമ്മുടെ സിലബസിൽ തന്നെ ക്വസ്റ്റ്യൻസും പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന എക്സാമിനും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്യാം, ഓരോ ചാപ്റ്ററിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ്. എല്ലാ ചാപ്റ്ററും നന്നായിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾ +1 +2 പഠിച്ചു അല്ലേ. +1 +2 നമുക്ക് ഓൾ സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. ആ ഓൾ സബ്ജക്റ്റ് നമുക്ക് ഈ എക്സാമിനുണ്ട് അല്ലേ. അതായത് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി എന്ന് പറയുമ്പോൾ സുവോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട് അല്ലേ. അതേപോലെ മാത്സ് ഉണ്ട്, പിന്നെ ഡയറി ഉണ്ട്. ഇത്രയുമാണ് നമ്മുടെ ടോപ്പിക് വരിക. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പം നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അത് നല്ല സ്ട്രോങ് ആയിട്ട് അതിൽ നിന്നൊന്നും മിസ് ചെയ്യാതെ കവർ ചെയ്യുക. ഇപ്പം ഫിസിക്സ് ആണ് നിങ്ങൾ മെയിൻ എങ്കിൽ ഫിസിക്സ് 20 മാർക്കും നിങ്ങൾ ആദ്യം സേഫ് ആക്കി വെക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ HSAക്കൊക്കെ പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കും അല്ലേ. പിന്നെ ബയോളജിക്കാർക്ക് ഈ ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഈ ഡയറി എന്ന് പറയുന്ന എല്ലാവർക്കും അത്യാവശ്യം പരിചയമില്ലാത്തൊരു ടോപ്പിക് ആയിരിക്കും ഡയറി. അപ്പോൾ അത് നമ്മളെല്ലാവരും ഒരേപോലെ ഇഫോർട്ട് ഇടണം. അപ്പോൾ ബാക്കിയൊക്കെ അവരവരുടെ സബ്ജക്റ്റിൻ്റെ 20 മാർക്ക് നിങ്ങൾക്ക് സേഫ് ആക്കി എടുക്കും. കാരണം ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, കണ്ടോ, ഹുക്സ് ലോ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഓരോ ക്വസ്റ്റ്യൻ ഫിസിക്സിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈവൻ പ്രിപ്പറേഷൻ ഇല്ലാത്ത ഒരാൾക്ക് പോലും അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, ഒരു ജസ്റ്റ് അവയർനെസ്, ഒരു ബേസിക് അവയർനെസ് ഒക്കെ ഉണ്ടെങ്കിൽ പറ്റും. പക്ഷേ ഇനിയത്തെ എക്സാം ഒരു ബേസിക് അവയർനെസ്സിൽ പോകാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കാരണം നിലവിൽ എക്സാമുകളെല്ലാം കുറച്ച് ടഫായിട്ട് ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡ് ഒക്കെ കൂടിയാണ് PSCയിൽ കാണാറ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം ഇനി ഒരു സെക്കൻഡ് ചാൻസ് എടുക്കാനില്ല എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ബേസിക് തൊട്ട് പഠിച്ച് മാറ്റി കൊണ്ടുവരണം, എന്നിട്ട് ഹയർ ലെവലിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളുടെ 20 മാർക്ക് നിങ്ങൾ സേഫ് ആക്കി പഠിച്ച് മാറ്റി വെക്കുക. ബാക്കിയുള്ളതിൽ നിങ്ങളുടെ ഈസിനെസ് അനുസരിച്ച് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകളൊക്കെ ആദ്യം പഠിച്ച് നന്നായിട്ട് മാറ്റി വെക്കുക. നിങ്ങൾ കുറച്ച് എക്സ്പേർട്ട് ആണെന്നുള്ളവരൊക്കെ അതാത് സബ്ജക്റ്റുകൾ പഠിച്ച് മാറ്റി വെക്കുക. അപ്പം കാരണം ഫിസിക്സ് എടുക്കുന്നവർക്ക് മിക്കവാറും കോംപ്ലിമെൻ്ററി കെമിസ്ട്രി മാത്സ് ഒക്കെ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് കെമിസ്ട്രി മാത്സിനോടൊക്കെ കുറച്ച് ടച്ച് ഉണ്ടാവും. ഡയറി പിന്നെ എല്ലാവർക്കും ഒരേപോലെ. സുവോളജി ബോട്ടണി ആയിരിക്കും നിങ്ങൾക്ക് ഫിസിക്സ് ഒക്കെ ഫിസിക്സ് കെമിസ്ട്രി മാത്സുകാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരിക. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങളത് കൈകാര്യം ചെയ്യുക. ആ സബ്ജക്റ്റിൻ്റെ ഈസിനെസ് നിങ്ങൾക്ക് എത്രത്തോളമാണോ ഫീൽ ചെയ്യുന്നത് അതനുസരിച്ച് കൈകാര്യം ചെയ്യുക കേട്ടോ.
നോക്കുക അടുത്തത് കണ്ടോ ഇങ്ങനെ ഓരോ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് കണ്ടോ Q is equal to plus or minus NA കാരണം നമുക്ക് ഈവൻ പ്രിപ്പറേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഓരോ ക്വസ്റ്റ്യനുകളാണ് നിങ്ങളുടെ എക്സാമിന് കഴിഞ്ഞ തവണത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഏകദേശം 80 ലെവലിൽ 86ഓ ആ ലെവലിലൊക്കെ കുട്ടികൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പം സിലബസിൽ ഒന്നും വിടാതെ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തവർക്ക് തന്നെയാണ് ഈ ഒരു മാർക്ക് കിട്ടുക. 100ൽ 86 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് പ്രിറ്റി ഗുഡ് മാർക്കാണ് അല്ലേ? കാരണം എത്ര മാർക്ക് പോയിട്ടുണ്ട്? 14 മാർക്കാണ് മിസ്സായിട്ടുള്ളത്. അപ്പോൾ ഒരു PSC എക്സാമിന് 14 മാർക്ക് കുറയുക എന്നൊക്കെ പറയുമ്പോൾ നല്ല പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത്രയും നല്ലൊരു മാർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പ്രിപ്പറേഷൻ മാത്രമല്ല ഒത്തിരി എക്സാമുകൾ മോക്ക് എക്സാമുകളൊക്കെ ചെയ്ത് നല്ല ലെവലിൽ പ്രിപ്പറേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതേപോലെ അതിൻ്റെ ഒരു നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം റാങ്ക് ലിസ്റ്റ് എടുത്താൽ അറിയാം ഒത്തിരി കുട്ടികളാണ് 80 വരെയുള്ള റേഞ്ചിൽ നിൽക്കുന്നത്. 86 തൊട്ട് 80 വരെയുള്ള ലെവലിലൊക്കെ നിൽക്കുന്നത്. അതായത് എല്ലാവർക്കും കുറച്ച് കുറച്ച് മാർക്കിനുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ വന്നിട്ടുണ്ടാവുകയുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള എക്സാം എളുപ്പമാവും തോറും നമ്മൾ അത്രയും തെറ്റിക്കാതെ കീനായിട്ട് അബദ്ധത്തിൽ പോലും തെറ്റുകൾ വരുത്താതെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് എക്സാം ആ ഒരു ടൈം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഇത്രയുമാണ് ഫിസിക്സിന്റെ സിലബസ് അനാലിസിസ്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എന്താ പറയുക ക്വസ്റ്റ്യൻ ആൻസർ അതിൻ്റെ ഡിസ്കഷൻ എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ കാണും. നമ്മൾ എങ്ങനെയാണ് ഫിസിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, എന്താണ് അതിൻ്റെ സിലബസ്, എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടോസ് അക്കാഡമിയിൽ ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ കോഴ്സ് ഈ വരുന്ന ജൂലൈ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ 7510155485 എന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഡെമോ കണ്ടതിന് ശേഷം മാത്രം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കോഴ്സിലേക്ക് ജോയിൻ ചെയ്താൽ മതിയായിരിക്കും. നിങ്ങൾക്ക് അഫോർഡബിൾ ആവുന്ന ഒരു ഫീസ് സ്ട്രക്ചറിലാണ് നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പം റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും, NCERT ബേസ്ഡ് ആയിട്ടുള്ള സെഷൻസ് ഉണ്ടായിരിക്കും, MCQs ഉണ്ടായിരിക്കും, ധാരാളം റിവിഷൻ എക്സാമുകൾ ഉണ്ടായിരിക്കും, ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ടായിരിക്കും, വീക്കിലി എക്സാമുകൾ ഉണ്ടായിരിക്കും, മെഗാ റിവിഷൻ സീരീസുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ലോങ് ടേം ബാച്ച് ആണെങ്കിലും നമ്മൾ ഒരു 6-7 മാസം കൊണ്ട് ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് റിവിഷൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ കോഴ്സ് അറേഞ്ച് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ കേട്ടോ, +1 +2 ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിക്കണം, ഇപ്പോൾ നിലവിൽ ഒരു ഡിഗ്രി ഹോൾഡറും ആയിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പം ഈ ക്വാളിഫിക്കേഷനുള്ള എലിജിബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന കോഴ്സ് ടോസ് അക്കാഡമി ലോഞ്ച് ചെയ്യുമ്പം നിങ്ങൾ തുടക്കം മുതലേ തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.